ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാനിങ്ങിന് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ്, 3 മാസം ആയിക്കും. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിരിക്കണം, അതിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സെക്കൻഡ് സ്കാനിങ്ങിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആക്കാന്ന് കരുതി. സോ നമ്മളപ്പം ഷൈജു എന്താ പറയുന്നത്, എന്തായാലും പറയാ ക്യാമറ തിരിച്ചട്ടെ. പറഞ്ഞോ ഫേസ് കാണില്ല. പിന്നെ ആ വണ്ടി ഓടിക്കുമ്പോണല്ലോ എങ്ങനെ തിരിയുമ്പോണോ രണ്ടും നടക്കൂല. എനിക്കും രണ്ടും നടക്കൂല. വീഡിയോ ഹലോ ഗായ്സ് വരൂല. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മളപ്പോ ഒന്ന് നേഴ്സിംഗ് ഹോമൊക്കെ പോണത് നമ്മളെ ബാലഗോപാൽ പെരിന്തൽമണ്ണയില് ഇപ്പൊ കുറെ ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷെ ഇതില് ഏറ്റവും പഴക്കമുള്ള ഒരു ഹോസ്പിറ്റൽ അതാണ്. നല്ല പഴക്കമുണ്ട്. നേഴ്സിംഗ് ഹോം പറയും ബാലഗോപാലിന്റെ ഹോസ്പിറ്റൽ നമ്മൾ പറയും. എല്ലാരും ഇവിടെ ഉള്ള അധികം ആൾക്കാരും പറയല്. അപ്പൊ നമ്മള് ഞാൻ അച്ഛനാവാൻ പോവാണ്. അപ്പൊ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നമ്മള് ഫസ്റ്റ് സ്കാനിങ് രണ്ടാമത്തെ സ്കാനിങ് ഇത് രണ്ടാം സ്കാനിങ് അല്ലേ. അതിന് മുന്നേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ വന്ന് അതേപോലെ കുറെ വീഡിയോസ് എടുക്കേണ്ടതുണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് ഇതേപോലെ കുറെ ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്തായി എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മള് കാണിച്ചു തരാം ബാക്കി കുറച്ച് കാര്യങ്ങള്. എല്ലായിടത്തും നമ്മൾ ഫോൺ ഉപയോഗിക്കൂല, എന്നാലും ഫോൺ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ എത്തിയിട്ടുണ്ടാവും. ആർക്കും അറിയണ്ടാവില്ല, അത് ആരും പറഞ്ഞിട്ടില്ല. ഷമീൻ പ്രഗ്നന്റ് ആണ്. ഓളിന്റെ 2 മാസം മുന്നെയാണ്. ഓളെ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ അതായത് ഞങ്ങളപ്പോ വലിയ ആൾക്കാരുണ്ട് ഇവിടെ. അതായത് ആദ്യം എന്റെ ഫ്രണ്ട്, താഴെ എന്റെ കസിൻ ഉണ്ട്. അതായത് ഇന്റെ ഒപ്പം പഠിച്ചതാണ് ഇവിടെ കസിന്. അതേപോലെ ഇന്റെ ഒപ്പം തന്നെ പഠിക്കുന്നതാണ് എന്റെ ഫ്രണ്ട് ജാസർ, എന്റെ ഒപ്പം പഠിച്ചത്. അപ്പോ ഓന്റെ വൈഫിനും പ്രഗ്നന്റ് ആണ്. പിന്നെ ഇവിടെ കസിന് ഞങ്ങൾ 3 ക്ലാസ്സിലാ ഫ്രണ്ട്സ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഓൾക്കും ഇതേപോലെ പറ്റില്ല. ഞങ്ങൾ 3 ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഒരേപോലെ ഒരേ ഡോക്ടറെ കാണിക്കണം. കന്നിമാസം പോലെ നോക്കണോടത്തൊക്കെ എല്ലാവർക്കും പറ്റില്ല. ഷൈജുണ്ടില്ലേ ലുക്കായിട്ട്. ഇത് ടീഷർട്ട് രസം കേട്ടോ. ഷൈജുന്റെ പുതിയതാ. മറ്റേ കാപ്പി എവിടെ? എന്ത് കാർഡ് എടുത്തുക്കണു. കൊതിന്ന് ഇറങ്ങ്. ഇത് പിടിച്ചാ വേഗെടുത്തോ നടക്കണ്ട. ലിപ്സ്റ്റിക്കും ചീർപ്പിക്കണം ബാഗിലുള്ളത് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഉമ്മാന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ ഇട്ടത് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഒന്ന് വൈറ്റിട്ടുള്ളത്. അല്ലെങ്കിൽ ഡൂല മാച്ച് ആക്കിട്ട്. ഷൈജു ആണെങ്കിൽ വേക്കൂടി കളിയാക്കാൻ വേണ്ടിട്ട്. അയ്യോ ജാസിനെ വിളിച്ചോക്ക. എടക്കൊ നോക്കിയോ സൗണ്ട് കേൾക്കണ്ടോന്ന്? എത്രയേ ഉള്ളൂ. എങ്ങോട്ടൊക്കെ നമ്മളിപ്പോ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല, ബി പി ചെക്ക് ചെയ്ത് വെയിറ്റ് നോക്കി. വെയിറ്റ് പിന്നെയും കമ്മിയായി, 41 അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്. മഴ ചാറുന്നുണ്ടോ? ഇപ്പൊ നമ്മള് വണ്ടിന്റെ അടുത്തൊക്കെ പോണ്. വണ്ടിന്ന് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. പെയിന്റിങ് ഇതൊക്കെ കഴിഞ്ഞില്ലേ? പൊളിഷൊക്കെ കഴിഞ്ഞില്ലേ? വണ്ടിന്റെ അടുത്തൊക്കെ നമ്മള് ഇപ്പൊ ഇനി അടുത്ത മാസം 22-ാം തീയതി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നു. എന്താ സ്കാനിങ് കഴിഞ്ഞു. പിന്നെ ഞങ്ങള് എന്താ പറയാ അവിടെ തിരി കുറെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോ TT കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഏരിയ, അതായത് അവിടുത്തെ സ്കാനിങ്ങിന്റെ റൂം പഴയ ഒരു ബിൽഡിങ്ങിലാണ്. അപ്പൊ അവിടേക്ക് അങ്ങോട്ട് വല്ലാതെ ഇല്ല. അപ്പൊ അവിടെ വലിയൊരു ആക്സസും പ്രൈവസി ഇല്ല. അവിടേക്ക് മാറും, കുറച്ച് മാസം കൊണ്ട് മാറുന്നുണ്ടാവും.
പിന്നെ നമുക്ക് ഡോക്ടറെ കാണുന്നിടത്ത് ഇതേപോലെ നമ്മള് ഡോക്ടറെ കാണിക്കുന്നിടത്ത് നമ്മള് ക്യാമറ എടുത്തൂല്ല. അപ്പൊ ഇപ്പൊ ഉണ്ടായിരുന്നില്ല, ഇവരെ എടുക്കേണ്ട ആള് ഇപ്പൊ ഉണ്ടായില്ല. ഓന് വേറെ വൈക്ക് പോയി. അതിന് ഞാൻ ഒരു ഷോർട്സ് എടുക്കാനായിട്ട് ഞാൻ ഷോർട്ട് എടുത്തു. എന്തോ ഭാഗ്യത്തിന് എടുത്തു. അപ്പൊ ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. രണ്ടാളുണ്ടായിരുന്നു കാണിക്കാൻ. ഇവളെയും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷേമാനെയും കാണിക്കാണ്ടായിരുന്നു. കാണിച്ചു, എന്താ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങള് എന്റെ വണ്ടി അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇതിനു മുന്നേ ഞങ്ങൾ വീഡിയോ ചെയ്തതിലുണ്ടായിരുന്നു. വണ്ടി ഫുള്ള് ആ ഉണ്ടായിരുന്ന പെയിന്റ് മൊത്തം കളഞ്ഞ് അതേപോലെ തന്നെ രണ്ടാമത് പിന്നെയും കറുപ്പ് പെയിന്റ് അടിച്ചു. ആൾക്കാർ ഇത് എന്തിനാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ നമുക്ക് കുറെ ഫെയ്ഡിങ്ങും കുറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പെയിന്റിങ്ങിന്റെ. അപ്പൊ അതൊക്കെ എടുത്ത് കളഞ്ഞ് എന്ത് ചെയ്തു, നല്ല പേള് കൂട്ടിയിട്ട് നല്ല അടിപൊളി മിറർ ഫിനിഷിൽ വരുന്ന ഒരു പെയിന്റ് അടിച്ചു. സ്ക്രൂ ടച്ച് ചെയ്യണം. മിറർ ഫിനിഷ് എന്താണ് വണ്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓൾക്ക് പോയി അന്റെ വീട്ടിക്കോ എരേ മംഗലത്തേക്കോ ഇനിയിപ്പോ വരുവാന്? ആ സ്ക്രൂകൾ വെച്ചടിക്കാതെ ഒരു വൻ കോമഡി ഉണ്ട്. ഞങ്ങള് ഷെർമാനി ജാസർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാട്ടോ. അതിലതാ അവിടെ ഒരു കുട്ടി ഇരിക്കണോ, കറക്റ്റ് ഷെർമന്നെ. ഷെർമ അതേപോലെ തന്നെ. പക്ഷെ ഷെർമല്ല, ഓല് വരുന്നുള്ളൂ. ഷെർമ എന്റെ ഉപ്പ് അല്ലെ മിസ്സാവും. അല്ല വണ്ടി അറക്കല്ലേ, ഫോട്ടോ എടുക്കാണ്ട്. ആയിട്ടില്ലേ, പണികളുണ്ട്. ഷെജോ ക്ലിയർ ഉണ്ടാവില്ല. സുന്ദര കുട്ടപ്പനായി. ബാംഗ്ലൂർ അടിച്ചാ പൊളിക്കും അല്ലേ? ബാംഗ്ലൂർ അടിച്ചാല് കറണ്ട് എപ്പോഴാ വരിക? കറണ്ട് നിന്റെ ഹീൽസ് ഉണ്ടോ ഇതിന്റെ ബാക്കില്? ഞാൻ വണ്ടിയാണേ അടിപൊളിയല്ലേ? ഈ ബമ്പറിലേക്ക് പോക്കണം. ബമ്പറിലേക്ക് വിളിച്ചോ. അവിടെ ഇങ്ങനെ താഴത്ത് പോന്നിരുന്നു. ഇവിടെയൊക്കെ പോന്ന് പൊട്ടി പോയിരുന്നു. ഇവിടെയൊക്കെ ഓരോ സൈഡില് പൊട്ടിയിട്ട് അടുത്തിട്ട് എന്ത് ചെയ്തു, അവിടെ കയറണം. എന്റെ മമ്മി ഈസ് കോളിങ്. ഒരു മൈക്ക് ഷർമ്മ ഏറ്റെടുത്ത് വിളിക്കോ? അതെ. എന്താ പറയണ്ടേ? അടുത്തേക്ക് വരുന്ന മണോളവിടെ നിന്നാലും മൈക്കോള അകലെ നിന്നാലും ഒരേപോലെ തന്നെ എന്നാലും ഷൈജുവിന്റെ അടുത്ത് കൊടുത്താ മതിയോ? മൈക്ക് പോയിന്റിൽ ഷൈജും ഷെർബും ഷർമ ഷൈജു അല്ലേ? നല്ല മാച്ച്. സത്യം പറഞ്ഞ എനർജി ലോസ് ചെയ്യണം.
നിങ്ങക്ക് മഞ്ഞപ്പിത്തത്തിന്റെ ചാർജ് കഴിഞ്ഞിക്കണു എന്റെ ശമാരി നമ്മൾ രണ്ടാലും ചാർജ് കഴിഞ്ഞിക്കണൂലേ അതെ ശമാരി ചെടിയൊക്കെ കടയിൽ കളിഞ്ഞിക്കണു ഊര വേദനിച്ചിട്ട് ഇരിക്ക ഊര വേദനിച്ചിട്ട് നിക്കണേ ഞാന് തടിക്കും ചെയ്യും തടിക്കും മുബാരി പറഞ്ഞു മുബാരി പറഞ്ഞ പിന്നെ വേറെ അപ്പീലില്ല അതെ ഇല്ല ഞാനത് കഴിച്ചിട്ടില്ല ആരുമില്ല ഇത് രസമുണ്ട് അവിടെ കവറില് എല്ലാം ഇതിന്റെ മൂന്ന് മണി സോ ഗൈസ് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി ഉണ്ടാവും കേട്ടോ